നമസ്കാരം. ഇന്ന് രാവിലെ നീച്ചപ്പോൾ തന്നെ വളരെ സന്തോഷകരമായ ഒരു വാർത്ത കണ്ടിട്ടാണ് നീച്ചത്. ഇൻഫ്ലുവൻസറെ പേരിൽ കേസ് കൊടുത്തു. അതിൽ ന്യൂസ് ചാനലുമായി ബന്ധപ്പെട്ട് ഒരു ന്യൂസ് ചാനൽ കണ്ണൂർ വിഷൻ എന്ന് പറഞ്ഞ ഒരു പ്രാദേശിക ചാനൽ അതിനെക്കുറിച്ച് ന്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികളുടെ രക്ഷിതാക്കളും കുട്ടികളൊക്കെ ധർമ്മടം പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുന്നതും അതിനെക്കുറിച്ചുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളോ കേസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനും റമീസും ഒക്കെ ഇത്ര കാലം എന്തിനു വേണ്ടിയിട്ടാണ് നടന്നത്? ഞാനും റമീസ് മാത്രമല്ല, ഇതിൻ്റെ ബാക്കിൽ ഒരുപാട് അവൻ പറ്റിച്ച ആൾക്കാരാണ്. അവരും എല്ലാവരും കൂടി നടന്നിട്ട് അവസാനം അതിനൊരു എന്താ പറയുക ഒരു ഫലം കണ്ടു. അതാണ് സമാധാനമായത്. കാരണം ഒരുപാട് കുട്ടികളെ കാശ് പറ്റിച്ചിട്ട് ഈ കാശ് കൊണ്ട് അവൻ ആഹ്ലാദിക്കുക. അവൻ വീണ്ടും വീഡിയോ കുറച്ച് കാലം വിട്ടു നിന്നു, വീണ്ടും അതിൽ വന്നിട്ട് കണകുണ പറയാന്നുള്ളത് കാണുമ്പോൾ ഞാൻ പിന്നെ റമീസ് 2 ദിവസം മുന്നേ വിളിച്ചിരുന്നു. ഇങ്ങനെ ഒരു അമ്മ വിളിച്ചിരുന്നു 2.5 ലക്ഷം ഉറുപ്പിയുടെ കാര്യം. ഞാൻ പറഞ്ഞു റമീസിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ എന്തായാലും ഞങ്ങളെ ഫലം കണ്ടു. അപ്പോൾ അവരും എല്ലാവരും കൂടി കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇപ്പോൾ ഇതിനൊരു പരിഹാരമാവും. ഇപ്പം തന്നെ ഇതൊരു പരിഹാരം. കാരണം രക്ഷിതാക്കളൊക്കെ ഇടപെട്ട് തുടങ്ങി. ഒരു രക്ഷിതാവിൻ്റെ 45,000, ഒരു രക്ഷിതാവിന് 54,000 അബുദാബി കപ്പ് എന്ന് പറഞ്ഞിട്ടാണ് കാശ് വാങ്ങിക്കുന്നത്. അവിടെ നിൽക്കണം, സ്റ്റേ ചെയ്യാൻ പൈസ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ തട്ടിപ്പാണ്. ഞങ്ങൾ ഒരു 5-8 മാസം മുന്നേ പറയുമ്പോൾ അത് അവനെ ഭയങ്കരമായിട്ട് ബാധിച്ചു. ഒരുപാട് ആൾക്കാർ വിശ്വസിച്ചു. പക്ഷേ എന്തായാലും ഞങ്ങളെ ഫലം കണ്ടു, സമാധാനമായി ഞങ്ങൾക്ക്. കാരണം ഇനി അവൻ വളരില്ല, അല്ലെങ്കിലും വളരില്ല, അവന് വളർച്ച നിൽക്കണു. പറ്റിക്കപ്പെട്ടവരൊക്കെ ഒരുമിച്ച് കൂടിയിട്ട് നിങ്ങളെല്ലാവരും കൂടി കേസ് കൊടുക്കും. അപ്പോഴാണ് അതിൻ്റെ പരിഹാരം. ഇങ്ങനെ പറ്റിച്ചിട്ട് ജീവിക്കാൻ പാടില്ലല്ലോ. അതുപോലെ ഒരുപാട് ഇപ്പോൾ ബൂട്ട് തരാമെന്ന് പറഞ്ഞിട്ട് ഒരുപാട് പറ്റിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കുക. ബൂട്ട് തരാം, മറ്റേ 3,500 ബൂട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ ടീം ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. അല്ലാതെ എമ്മിനെ എന്നിട്ട് പോയിട്ട് എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്, ഇങ്ങനെ ബൂട്ട് തരാണ്ട് പറ്റിച്ചു, തിരിച്ച് റീപ്ലൈ തരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തൻ്റെ നമ്പറൊക്കെ ഒരുത്തൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ അയച്ചത്. അപ്പോൾ നിങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മൾ എത്ര പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളൊരാൾ ഓൺലൈനിൽ ബൂട്ട് തരാൻ അറിയുമ്പോൾ അത് ബുക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ നിങ്ങൾ കടയിൽ പോയി എടുത്തോ, അല്ലെങ്കിൽ മറ്റേ ഫ്ലിപ്കാർട്ട്, ആമസോൺ പോലത്തെ കാര്യങ്ങളൊന്നും എടുക്കുക. അല്ലാതെ ഈ ഓൺലൈനിൽ നിന്ന് ഒരുത്തം വന്നിട്ട് ഇന്ത്യയിൽ നല്ല ബൂട്ടുണ്ട് ഞാൻ തരാമെന്ന് പറയുമ്പോൾ കാശ് കൊടുത്തിട്ട് പിന്നെ കാശ് പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാം ശ്രദ്ധിക്കുക. താങ്ക് യു വെരി മച്ച്.